നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ എപ്പോഴും മയിലുണ്ടാവുന്നു. അപ്പൊ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ദേ മയിൽ. കഴിഞ്ഞിട്ടറിയോ ഞാൻ ഈ കുഞ്ഞുമാരെ കാതുകുത്തുന്നതിനെ കരയരുത്. കണ്ടാ കൊള്ളാമോ നോക്കൂ. ഹലോ, ഇതിൻ്റെ ചാനലിൻ്റെ ഉടമ എണീറ്റിട്ടില്ല. അപ്പോൾ ഇത് താൽക്കാലിക തൊഴിലാളിയാണ്. ഞാനപ്പോൾ ഉള്ളത് കാസർഗോഡ് ചിന്നുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വെൽക്കം ടു യോളോ ബൈ ശ്രീവിദ്യ മുല്ലശ്ശേരി. മറ്റേ ടണ്ടാന എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് അവൾ പറയും. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ കാസർഗോഡ് ചിന്നുവിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ പുറകെ വരും. നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു അത്. അതിൻ്റെ വീഡിയോ പുറകെ വരും. അപ്പോൾ കാസർഗോഡ് രാവിലെ എണീറ്റിട്ട് ഞാൻ ചിന്നുവിനൊരു ചായ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. കാരണം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിക്കിടന്ന് എനിക്ക് ചായ കൊണ്ടുവന്നില്ല. അപ്പോൾ അതുപോലെ ഞാനൊരു ചായ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. ഇതാണ് ചിന്നുവിൻ്റെ വീട്. ചിന്നുവിൻ്റെ വീടൊക്കെ ചിന്നു കാണിച്ചു തരും. നല്ല രസമാണ്. ഭയങ്കര പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് കാസർഗോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് പുറത്തോട്ട്. അപ്പം അതും നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഒരു ചായ കൊണ്ട് കൊടുക്കാം. എൻ്റെ അമ്മായിയമ്മയുടെ ചായയാണ്. അമ്മായിയമ്മയെ കാണാനില്ല, നോക്കട്ടെ. അമ്മായിയമ്മയും അമ്മായി അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. ഓ ഹോയ്, ഹലോ അച്ഛൻ. ഹായ്. ഞാൻ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു അച്ഛന് ഭയങ്കര ഹ്യൂമർ സെൻസ് അല്ലേ? എന്താ പരിപാടി? ബീട്രൂട്ടോ? ഇവിടെ ഉണ്ടാക്കിയ ബീട്രൂട്ട് തന്നെയാണ് അല്ലല്ലോ? ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടല്ലോ അച്ഛനെ. അവിടെ അച്ഛനിവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ. എന്തി ആ സൈഡിലല്ലേ? ആരോഗ്യത്തിന് പിന്നെ അവള് ഭയങ്കര ആരോഗ്യം നോക്കേണ്ടത്. ഇതാണ് ചിന്നുവിൻ്റെ അമ്മ, ചിന്നുവിൻ്റെ അച്ഛൻ. എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എന്തി ചായ ചെയ്യണ്ടോ? ഭയങ്കര പച്ചപ്പ് ഹരിത. ഡിങ്കൻ എന്തിയെ? ഡിങ്കൻ ഉറക്കം. ആ, എന്ത് ശാന്തത അല്ലേ? ശാന്തയും സമാധാനവും ഉള്ള ഒരു വീടിന്റെ ഉടമയാണ്. ഇന്നലത്തെ പരിപാടിയുടെ ഈ ഷെഡൊക്കെ, ഷെഡല്ലല്ലോ ഇത്, എന്താ പറയാ, പന്തലൊക്കെ ഇന്നലെ മെനഞ്ഞാത്ത പരിപാടിന്റെ. മെനഞ്ഞാന്നല്ലായിരുന്നു പരിപാടി? മെനഞ്ഞാന്നായിരുന്നു പരിപാടി. ഇതാവശ്യം നല്ലത് തണലുണ്ട്, നല്ല തണലുണ്ട്. പക്ഷെ നല്ല തണലുണ്ട്. ഞങ്ങൾ ഇന്നലെ എല്ലാ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇവിടെ നിന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചതും ഒക്കെ. ചായ എന്തി? ഞാൻ ചായ വിളിച്ച് അവളെ ഉണർത്തിയിട്ട് വരാം. ചായ എന്തി? നല്ല രസമാണ്, നല്ല തണുപ്പും. ചായ കിട്ടി. ഇതല്ലേ അമ്മ? ഓക്കെ, ഇനി പോയി മുല്ലശ്ശേരിനെ വിളിച്ചുണർത്താം ചായയുമായിട്ട്. ഇതാണ് മുല്ലശ്ശേരിയുടെ ഡോർ. അത് ആരോ ബാസന്തയെ വിളിക്കുന്നുണ്ട്. ബാസന്തേ, ലൈറ്റ് ഇട്ടെ. അതേ ചിന്നോ. ചിന്നോ, നിനക്കായി നിന്റെ ഏട്ടായി കൊണ്ടുവന്നിരിക്കുന്ന കോഫി എനിക്ക് വാ. വേണ്ട, മറ്റേ പറ, ടണ്ടാണോ ടൺ, അത് മാത്രം പറഞ്ഞിട്ടില്ലേ? വ്ളോഗാ. ഭാര്യ വീട്ടിലെ അതെല്ലാവർക്കും ഉണ്ട്. എനിക്കും ചുമയും പരിപാടിയൊക്കെ തന്നെയാണ്. അതെ. അപ്പോൾ അമ്മ കണ്ടു, അമ്മേനെ അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ്. ഇല്ല, അച്ഛൻ ഫുൾ ചില്ല. ഞാൻ വന്നതിന് ശേഷം അച്ഛനിപ്പോൾ ഭയങ്കര എന്താ പറയുക, ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യനായി. പിടിക്ക്, തൊഴിലാളിയിൽ നിന്നും മുതലാളിയിൽ ക്യാമറ വാങ്ങിക്കോ. ഇതാണ് ഞങ്ങളുടെ കാസർഗോഡിലത്തെ മുറി അല്ലേ? അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടിന് ചേച്ചിയും ഇന്നലെ അമ്മണിയും കൂടെ ഇന്നലെ രാവിലെ ബാംഗ്ലൂർ പോയി. ചടങ്ങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ. അപ്പം സത്യം പറഞ്ഞാൽ ഈ വീട് മുഴുവൻ എൻ്റെ ആണ്. നന്ദുവിനെ ഇന്നലെ നന്ദുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇന്നലെ തിരിച്ചുപോയി. നന്ദു കരഞ്ഞു. നന്ദു കരയണ അമ്മയും കരഞ്ഞു. ഞാൻ നോക്കുമ്പോൾ രാത്രി വീട്ടിൽ കൂട്ടുകരച്ചില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മ ഭയങ്കര കരഞ്ഞു. അപ്പൊ ഞാൻ അമ്മടിച്ചു, നന്ദു വരെ നോക്കിയാൽ നിങ്ങൾ എന്തൊരു കരയും. അതായത് ഇനി നീ കാസർഗോഡാണ് റാപ്പ്. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ പറഞ്ഞാൽ രാത്രി, ഞാൻ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അത് മാത്രമല്ല, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് എന്റെ മുഖമൊക്കെ നോക്കി തടിച്ച് വീർത്ത് എല്ലാവരും വണ്ണം വയ്ക്കുക. അതെ, നല്ല രീതിയിൽ മുഖമൊക്കെ വീർത്ത് ഗുണ്ടുമണിയായി മാറിയിരിക്കുകയാണ് ഭക്ഷണത്തിന്റെ
പോക്ക് കാരണം, വിരുന്ന് പോക്ക് കാരണം. നമ്മളെന്തായിരുന്നു പരിപാടി? വീട്ടിലേക്ക് വണ്ടി വന്നു നോക്കട്ടെ. ആ വണ്ടി വന്നു. എനിക്ക് പറഞ്ഞിട്ട് പോകും എന്താ പരിപാടി നമ്മളെ. നമ്മൾ ആക്ച്വലി നമുക്ക് കല്യാണം രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് പന്തലഴിക്കാൻ അതെ അതായത് ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ അമ്മാവിൻ്റെ കേട്ടോ ചാലക്കാട് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് എൻ്റെ അമ്മാവിൻ്റെയാണ്. അപ്പം പിന്നെ എപ്പോൾ അയക്കണം എപ്പോൾ ഇതാക്കണം നമ്മളെ നോക്കുക. അപ്പം അടുത്ത പരിപാടിക്ക് അയക്കും. ഇവിടെ ഒരാഴ്ച മുമ്പേ പന്തൽ കിട്ടും. കല്യാണ പന്തൽ ഇപ്പോഴായിട്ട് ഇല്ല. നമ്മുടെ കല്യാണ മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഇവളെടുത്തൊരു 100 വട്ടം ഞാൻ പറഞ്ഞു അത് കല്യാണം നടന്ന സ്ഥലത്ത് നിന്നാണ് മേടിക്കേണ്ടത്. ഇവള് പറഞ്ഞു അല്ല എൻ്റെ വീട്ടിൽ പെണ്ണിൻ വീട്ടിൽ നിന്നാണ് മേടിക്കേണ്ടതെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്ന കാസർഗോട്ടിൽ നിന്നല്ല, ഇനി നമ്മൾ തൃക്കാക്കര എറണാകുളം കല്യാണം നടന്ന റെക്ക ക്ലബിൻ്റെ അവിടെ പോയിട്ട് മേടിക്കണമെന്നുള്ള കാര്യം. അതെ. അപ്പം ഇന്നത്തെ പരിപാടി ഉണ്ട്. കാസർഗോഡ് പോകുന്നില്ലേ കാണാൻ? ടൗണിൽ പോകണം. കുപ്പായ എടുക്കാറുണ്ട്. നമ്മൾ ഇന്ന് 26-ാം തീയതി നൈറ്റ് മലേഷ്യ പോവാം. പർച്ചേസിങ് ഓൾമോസ്റ്റ് എല്ലാം കാസർഗോഡിലാണ്. അതേപോലെ കാസർഗോഡ് എന്നുള്ളൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് നമ്മുടെ മലേഷ്യ ട്രിപ്പ് നോക്കുന്നത്. അപ്പോൾ അവരെ കാണാനും പോകണം. അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അതെ. പിന്നെ കാസർഗോഡ് കാണിച്ചു തരാം അല്ലേ. നമുക്ക് ഇങ്ങനെ കുറേ ഓഫർ വന്നപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് സ്വരാഗായിട്ട് കോൺടാക്ട് ചെയ്തത്. നമ്മൾ വിചാരിച്ചു കാസർഗോഡ് എന്നുള്ള ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡത്തെ ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ. കാരണം ബാക്കി എല്ലായിടത്തും ഒരുപാട് എല്ലാവരെയും അറിയാം. കാസർഗോഡ് ആരാണ് ഈ ഹണിമൂൺ ട്രിപ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് അധികം ആർക്കും അറിയില്ല. അതെ. അപ്പം എനിക്ക് കാസർഗോഡ് കാണിച്ചു തരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുകളിൽ കാസർഗോഡ് കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പം മറ്റേ പറഞ്ഞു വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ എന്തോ തട്ടിക്കൂട്ടി പറഞ്ഞു പറ. ഇനി അടിമനെ പോലെ ജോലി ചെയ്യണം ചാനൽ. അതെ പറഞ്ഞോ. Guys, welcome to my official YouTube channel. Yola by Srividya Malachiri. ശരി. അപ്പം ഒന്ന് റെഡി ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണാം. ഓക്കെ. സോ നമ്മൾ റെഡിയായി പുറത്ത് പോകണം. അപ്പം കല്യാണം രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിപ്പം നമ്മൾ കല്യാണം ഒരാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞത് കൊച്ചിയിലായതുകൊണ്ട് കൊച്ചി മുനിസിപ്പാലിറ്റി ലോ കോർപ്പറേഷനിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലേ. സോ ഗൈസ് എനിക്ക് സ്റ്റാർ മാജിക് എത്ര പേരെ ഗിഫ്റ്റ് ഗോൾഡ് കോയിൻ. നോബിച്ചേട്ടൻ പറയണ്ടായിരുന്നു നോബിച്ചേട്ടൻ്റെ തല വേണം വെക്കാൻ. സ്റ്റാർ മാജിക് ഗോൾഡ് കോയിൻ ആണ്. അതെ അതെ. അത് ആക്ച്വലി ഇവിടെ ആയിരുന്നു അല്ലേ. അപ്പം പിന്നെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അത് ആ പ്ലാൻ ക്യാൻസലായി. അപ്പൊ നമുക്ക് ഇവന്റ് ആരെ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാവൽസ് ആരെ കാണും. എനിക്ക് നന്ദുവിനും ചുമയാണ്. അപ്പൊ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനും നന്ദോ അച്ഛനും അമ്മയും കൂടെ ടൗണിൽ പോയി കുറച്ച് പർച്ചേസ് ഉണ്ട്. നന്ദുവിന് പർച്ചേസ് ഒക്കെ. അപ്പോൾ മലബാറിൽ നിന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് എടുക്കാനുണ്ട്. കാരണം എൻ്റെ ഈ ഗോൾഡ് ഇത് മാറ്റണം. ഇത് കുറച്ചുകൂടെ വലുതാണ്. കാരണം എനിക്കിത് എന്ന് വെച്ചാൽ ഇത്ര ഹെവി എനിക്ക് പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ചെയിനാക്കി താലി അതിലിടണം. സുശി നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ വണ്ടി അതാണ് എടുക്കുന്നത്. അച്ഛനെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാം. ഇവിടെ ഏറ്റവും വലിയ നന്ദുവിൻ്റെ ടാസ്ക് എന്താ വെച്ചാൽ എനിക്ക് കമ്മലിട്ട് തരാം. ഈ പിരി കമ്മലില്ലേ, നമ്മൾ അണ്ടാന്ന് പറയാം. കമ്മലിൻ്റെ അടിയിലുള്ള ഇങ്ങനെ അണ്ടാന്ന് പറയും. അണ്ട തിരിക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ നന്ദുവാണ് സ്ഥിരം ഇപ്പോഴത്തെ കമ്മലിടുന്ന ആൾ. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമല്ലാത്ത ജോലിയാണ്. അപ്പോൾ അവിടെ പോയാലും പപ്പാമ്മയ്ക്കും ഈ കണ്ണു പിടിക്കൂല അമ്മമാർക്ക്. അപ്പോൾ നന്ദുവാണ് കോർത്ത് കൊടുക്കുന്നത്. ഡെയിലി അതിൻ്റെ പേരിൽ അടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ വാ വന്ന് സൂചി കുരുക്ക് വാ വാ വാ. പിന്നെ ആകുമ്പം ഒരു സിപ്പപ്പിൻ്റെ പൈസ എന്നാൽ കുഴിച്ചതാന്ന് പറയും. ഉണ്ട്. പക്ഷെ ഇതാണ് വലിയ ഇപ്പം പ്രായമായപ്പോഴത്തേക്ക് ആയിരിക്കും നിനക്കാ പിന്നല്ലേ നമുക്ക് വയസ്സായി. കുഞ്ഞിളമ്പാട് നാശിപ്പിച്ച് തല കോളാണ്. ജലദോഷ എല്ലാം അയ്യോ പോയി. ഇല്ല എഴുതുന്നുണ്ട്. അത് കമ്മൽ പോയാലേ വന്ന് കിട്ടോ. ഉണ്ട് എന്തോ പറയാൻ. ഇത് ഫുൾ മുട്ടി മാറ്റി. എനിക്ക് 2 കമ്മലുണ്ട്. അതിലൊന്ന് ഞാൻ മേടിച്ചു കൊടുത്തു, ഒന്ന് പപ്പയുടെ മുക്കുത്തിയത്. അമ്മയുടെ ഓർമ്മ. എനിക്ക് മൂക്കൂട്ടാണ് ഭയങ്കര ആഗ്രഹം. പക്ഷെ എൻ്റെ അച്ഛന് ഇഷ്ടമല്ല, അതുകൊണ്ട് കുത്തൂല. സുഹൃത്തുക്കളെ നമുക്കതാ കിട്ടിയോ? കിട്ടിയിരിക്കുകയാണ്. ഇനി അപ്പുറത്തെ പെടാപ്പാട് വിടും. അതെ. എല്ലാവരും പെട്ടെന്ന് പോയപ്പോഴേ ഭയങ്കര ഒരു ശൂന്യത.
കുറച്ച് ദിവസം എല്ലാവരും ഉണ്ടായിരുന്നിട്ടില്ല എന്നെ അതിനെന്താ ഞാനില്ലേ ബണ്ടിൽ ഓഫ് ജോയ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയിപ്പോൾ ഏതാ നമ്മളിട്ട് എൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഞാൻ അപ്പുറത്തിരിക്കണം. തിരിഞ്ഞു നമുക്കൊരു ദിവസം കൃഷിത്തോട്ടമൊക്കെ കാണിച്ചു കൊടുക്കാമേ. പിടിക്കേ വീണോ. ഞാനൊരു കർഷകനായിട്ട് ഇവിടെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുക. ഒന്ന് കള പറിക്കാൻ പോകണം മിസ്റ്റർ. അയ്യോ ഇതാ അയ്യോ അയ്യോ പോലെ ഇതൊരു വലിയ പരിപാടി വേറെ ഇല്ല. യെസ് സുഹൃത്തുക്കളെ, അതാ നമ്മൾ വിജയകരമായി രണ്ടാമത്തെ കമ്മലും അമ്മ മറ്റേ കുഞ്ഞിമാലയില്ലേ അത് ഇങ്ങോട്ട് കാണിക്കറോന്ന് പറഞ്ഞേ. കാണിക്കറോ നിക്കറോ ഓക്കെ ടൈറ്റൈനാ ഉള്ള ടൈറ്റ് പോരെ. ഞങ്ങൾ പോവാ, കുറെ പണിയുണ്ട്. ഇത് ഷഫീഖ് ബെൻസറിന് കൊടുക്കണം. നമുക്ക് ഇന്നലെ ഒരു പട്ടിക്കുട്ടീനെ ഗിഫ്റ്റ് കിട്ടി. അതിന് നമ്മൾ ഇളയപ്പന്റെ വീട്ടിലാക്കി. ശശിളപ്പൻ ഡെയ്സി എന്ന് പേരിട്ടു. അച്ഛൻ നന്ദൂര് പുതിയ ഇത് പറഞ്ഞു കൊടുക്കാം. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് നിങ്ങളടുത്ത് പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ എപ്പോഴും മയിലുണ്ടാവുന്നു. അപ്പൊ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ദേ മയില് പോ മയിലേ പറഞ്ഞു. അച്ഛൻ എന്നാ വീട്ടിൽ എപ്പോഴും മയിൽ വരും. കണ്ടോ മയിലൊക്കെ ഞങ്ങൾക്ക്. അതെ 2 സെറ്റ് ആളല്ലേ, അപ്പൊ മയിൽ വരൂല. ദേശീയ പക്ഷിയല്ലേ. അതെ നന്ദൂര് അച്ഛൻ നാടൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇത് നമ്മുടെ അധികം കർഷകരാണ്. ഞാനും കൂടട്ടെ, കൃഷിയൊക്കെ ആയിട്ട് അങ്ങ് പോവാം. ആരെ ആശ്രയിക്കുകയും വേണ്ട. ഏകദേശം എല്ലാ വീട്ടിലും ഒരു പേരക്ക മരങ്ങളും ഉണ്ടാവും. കൃഷി പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ള നഷ്ടക്കച്ചവടം. ഇങ്ങനെ പിന്നെ കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. ഇതിലൊന്നും കിട്ടാനില്ല. നമ്മുടെ വിഷ്ണുപാറ ഭജന മന്ദിരം. ഈ റൂട്ടിൽ കൂടെയൊക്കെയാണ് ഞാൻ വണ്ടി ഓടിക്കാറുള്ളത്. റൂട്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവാം. അച്ഛനെ പിടിക്കണം, ഞാൻ പിടിക്കൂല. ഇതിൽ കൂടെയാണ് ഞാൻ സ്ഥിരമല്ല ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിക്കാറുള്ളത്. അപ്പം നീ ജാറരുത്. ഇതൊക്കെ ഒരു നന്ദിന് വെള്ള പാൻറ്റും ജാറയുടെ നല്ല സുഖമായിരിക്കും. നിന്നെ വരവേൽക്കാനല്ലോ നന്ദു. ഇനി നമ്മള് താഴെ നമ്മളൊരു ഇളയപ്പൻ്റെ വീട്ടിൽ. ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് നടക്ക നോക്കിയേ. അപ്പൊ നമ്മള് അമ്മ നോക്കുമാ. അപ്പൊ നമ്മളെ മലബാർ ഗോൾഡിൽ എത്താറായി. അപ്പൊ നമുക്കിത് ഈ ഒരു മാല മാറ്റണം, എന്നിട്ടൊരു കുഞ്ഞു മാല എടുക്കണം. ഓക്കെ ഇപ്പൊ നമുക്കൊരു ഒഫീഷ്യൽ ഡ്രൈവറിനെ കൂടി കിട്ടിയിട്ടുണ്ട്. നിന്നെ നീ ഇവിടുത്തെ ഒഫീഷ്യൽ ഡ്രൈവറാണ്. ഇതന്നെ മലബാർ. പണ്ട് അപ്പുറത്തായിരുന്നു. ഇവിടെ ഇട്ടൂടെ നന്ദു? ഗൈസ് നന്ദുവിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ. ആ കുട്ടി ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചല്ലേ. അങ്ങനെയാണ് നന്ദു മലബാർ ഗോൾഡ് നടക്കാന്ന് തീരുമാനിച്ചത്. നമ്മൾ ഭീമയിലേക്കായിരുന്നു ഉദ്ദേശം, പക്ഷെ നന്ദു ഉദ്ദേശം മാറ്റി. ആ കുട്ടിയാണ്. ഞാൻ കാണിക്കട്ടെ, മോശമല്ലേ പരി. ആ കുട്ടീനെ മിസ് ചെയ്ത്. ആ കുട്ടി അടിയോടുകൂടി എനിക്ക് ഇതാവുണ്ട്. നന്ദുവിന് ഇതിന്റെ താഴത്താവുണ്ട്. അതെന്താ അറിയോ, ഇതൊരു അമ്മക്ക് 3/4 പവനെങ്കിലും ഉണ്ടെങ്കിൽ താലി ഇറക്കത്തുള്ളൂ. താലിയുടെ സൈസ് ഉണ്ടോ? മറ്റേ നോക്കട്ടെ അല്ലേ? മുക്കാലിൽ ഉറപ്പിച്ച് അല്ലമ്മ ഇല്ലച്ച. ഇത് നന്ദുവിന്റെ ഫ്രണ്ടാ. പേരത് സ്വാതി. കണ്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാം ത്രൂ. അതുകൊണ്ട് നമ്മൾ ഭീമയിൽ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നന്ദു പറഞ്ഞു ഇല്ല മലബാറിൽ തന്നെ പോകണം, എന്റെ ഫ്രണ്ട് ഉണ്ട്. കാസർഗോഡ് ആകെ 2-3 ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈം അല്ലേ? ഫൈനലി ഇത് ചൂസ് ചെയ്തു. പപ്പാമ്മ കാണുമ്പോഴാണ് പപ്പാമ്മയ്ക്ക് പപ്പാമ്മയുടെ മറ്റേ കനം നോക്കിയൊക്കെ എടുത്തോണ്ട് വന്നതാണ് മറ്റത്. അപ്പൊ ഇന്ന് മുതൽ ഇതാണ് നിന്റെ ഒരു പവന്റെ താലിമാല. കൊടുക്കട്ടെ? കൊടുത്തു. എനിക്ക് ഭയങ്കര ആഗ്രഹം കൂട്ടാണ്, പക്ഷെ ഇത്ര നാളായിട്ട് അച്ഛൻ സമ്മതിച്ചിട്ടില്ല. കാരണം അച്ഛന് ഇഷ്ടമല്ല. ഒരിക്കലും ഇങ്ങനെ ഭയങ്കര നിർബന്ധം ചോദിച്ചപ്പോൾ അച്ഛൻ വെറുതെ ബുക്ക് തടങ്ങി വീട്ടിൽ നിന്ന് പഠിക്കുവാണ്. വീടുണ്ട്, പക്ഷെ അച്ഛൻ സമ്മതിക്കണം. ചോദിച്ചു നോക്കാം, നമ്മളുള്ളവർ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും.
മൂക്ക് കുത്തിയാലോ? അച്ഛന് ഇഷ്ടമാണ്. അതിൽ ബാക്കിയുണ്ട്, ഇതിലെ ബാക്കിയുണ്ട്, ഓൾഡ് ബാക്കിയുണ്ട്. ചെറുത് ഞാൻ ചോദിക്കണം, ഞാൻ കുത്തിക്കോളാം. പുള്ളിലേക്ക് ഞാൻ കൊടുത്തോളാം. ചെറുത് ഓക്കെ ഓക്കെ. എന്റെ അച്ഛൻ ഇതുവരെ സെക്കൻഡ് സ്റ്റഡ് കുത്താൻ സമ്മതിച്ചില്ല. നോർമൽ ലെഫ്റ്റ്, നോർമൽ ലെഫ്റ്റ്. ഞാൻ നോർമലാ. നിന്റെ മേക്കപ്പ് കാരണം തെളിയുന്നില്ല തോന്നുന്നു. ഞാൻ അമ്മണീനെ ചീത്ത പറഞ്ഞേനെ. കൂട്ടിയിട്ട് എന്തൊരു ആവശ്യമില്ലാത്ത പരിപാടി എടുക്കും. ഇതല്ലേ ബ്ലാക്ക് എടുക്കുന്നല്ലേ ഇത് മാറി കിടന്നിട്ടല്ലേ ഒട്ടമായി. നിങ്ങൾ കുത്തുന്നാള് എല്ലാത് നമ്മളെ ഓൾറൗണ്ടറാ. ടിഷ്യൂ തരുമോ? ഇല്ല, ഞാൻ ഞാൻ കഴിഞ്ഞിട്ടറിയോ ഞാൻ ഈ കുഞ്ഞുമാമാര് കാതുകുത്തുന്നതെല്ലാം കരയരുത്. അതാ സുന്ദരിയായി വാര്യമ്പള്ളിയിലെ മീനാക്ഷി. അതോട്ടെ അച്ഛനോ അതോട്ടെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? ഭംഗിക്ക് ഓർവില്ല അമ്മ. എന്നോടൊരു വാക്ക് പറഞ്ഞല്ലോ. അച്ഛനപ്പളേ പറഞ്ഞിന് വേദന ഞാൻ ഷെയർ ചെയ്യൂലെന്ന്. അപ്പോഴും അച്ഛൻ എനിക്കൊരു സൂചന തന്നു, ഭർത്താവിനെ വിശ്വസിക്കരുത്, വളർത്തി വലുതാ അച്ഛനാണ് സത്യം. അച്ഛൻ പറയണ്ട മറ്റേ മുഖം കൂടെ കുത്തുന്ന വേണ്ട. അതോ ചുമന്ന് വന്ന് അതുവരെ അത് പെട്ടെന്നൊരു വേണ്ടേട്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ആവേശാണല്ലേ. എടാ നമ്മൾ എന്തിനാ വന്ന ഇവിടെ? അയ്യോ താലി എടുക്കാൻ. താലിയും കഴിഞ്ഞ് കുത്തും നടന്നു. കഴിഞ്ഞു കേട്ടോ, സന്തോഷമായി. നല്ലതേ വരും, നന്നായി വന്നു. മലബാർ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട്. മലബാർ കൊണ്ട് ഫുള്ള് വന്ന് കാഴ്ചക്കാരായിട്ട് നോക്കിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചിന്നു? എനിക്കൊരു ഭാരം ഇരിക്കുന്ന പോലെ കാണിക്ക്, തിരിഞ്ഞ് കാണിക്ക്. ഇത് സുന്ദരിയായിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട് അല്ലേ കാണാൻ? സുന്ദരിയായിട്ടുണ്ട്. കരച്ചിലൊന്നും വിട്ടു പറയില്ല. പറയൂ എങ്ങനെയുണ്ട്? ഒരു ഭാരം ഇരിക്കുന്ന പോലെ ഒരു എനിക്ക് ഇങ്ങനെ കാണുമ്പോ ഒരു ഭാരം ഇരിക്കുന്നു. എന്നെ എന്തും പറഞ്ഞ വിളിച്ചോണ്ട് തോന്നാ? എനിക്ക് മറ്റേ മാല ചെറുതെടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇട്ട് പീഡിപ്പിച്ച് മൃഗീയാണ്. എന്ത് പീഡിപ്പിച്ചാലോ കാണാനില്ല. ഫുൾ ടീം ഉണ്ടായിരുന്നു. അവർക്കൊരു സന്തോഷം അല്ലേ? മുക്കൂത്തി ഇടും. ഏത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഇതല്ലേ? ഭയങ്കര കുഞ്ഞായി അഭിപ്രായം. എവിടെ? ഇത് ഭയങ്കര ചെറുതായിരുന്നു. അതതിനേക്കാളും കുറച്ച് വലുതല്ലേ? ഗോൾഡിൽ നോക്കണോ? ഗോൾഡിൽ വേണ്ട, ഡയമണ്ടിൽ കാണിച്ചേ, അടുത്തോട്ട് കാണിക്ക്. ആ അത് കൊള്ളാല്ലേ? ഇതുപോലെ അതല്ല, ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട്. പിന്നെ പപ്പാമ്മക്ക് സന്തോഷം. പപ്പാമ്മക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണേ. എല്ലാവർക്കും വീഡിയോ കോൾ ചെയ്ത് പപ്പാമ്മ വീഡിയോ കോൾ ചെയ്തിട്ട് എന്താന്ന് ചോദിച്ചാൽ മാത്രം മതി, കണ്ടുപിടിക്കാൻ നോക്കട്ടെ. അതെ, അച്ഛൻ്റെ അവിടെ മാറിയിരിപ്പുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞില്ലേ? ശരിയാട്ടോ. നന്ദുവിന് ട്രിവാൻഡ്രത്ത് 15 ദിവസം കഴിഞ്ഞാ ഇതിടാം. അവിടെ കാണിക്കേ. കുത്തി. ഓക്കെ, ശരി. ഒന്ന് മുടി നോക്കി തരാം. അങ്ങനെ മലബാറിൽ വന്നതുകൊണ്ട് ഗുണങ്ങൾ 3ആയി. മാല മാറ്റി വാങ്ങിച്ചു, മാല മാറ്റി മേടിച്ചു. പിന്നെന്തൊക്കെയാ? കല്യാണം കഴിക്കാൻ പറ്റി. അതെ, മൂക്കൂത്തി സെറ്റാക്കി.
ഇങ്ങനെ ഇരിച്ചിടാം. അതെ തിരിച്ചിട്ട് എനിക്കത് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് സുഖമാ, എന്റെ അടുത്തല്ലേ എടുക്കുന്നത്. സുന്ദരിയല്ലേ? ഓക്കെ. ഓക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് മലബാർ ഗോൾഡിനും സ്വാദിക്കും സാധിക്കും. ഇവിടുത്തെ എല്ലാ ഈ പുള്ളിയുടെ പേരെന്താ? ഇത് നമ്മുടെ ചേച്ചി നമ്മുടെ അഞ്ജുവിന്റെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനും മറ്റു പുള്ളി ബിബിൻ, വയനാട് ബിബിനും എന്റെ മലബാറിനും പിന്നെ ഇതേ വരുന്നു കാലമാടൻ. എല്ലാ വീഡിയോ എഡിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യും, മുമ്പത്തും അതിന്റെ കൂടെ സെയിൽസ് ആ വീഡിയോയിലത് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ഒന്ന് പെടഞ്ഞു വിട്ടു. ഒരു പുള്ളി പിടിച്ചു അടിയാ. എനിക്ക് ചിന്തിക്കാനുള്ള സമയം പോലും തന്നില്ല. അപ്പൊ എല്ലാം ചെയ്തു. പോയിട്ട് വരാം കേട്ടോ. വെറുതെ ഒരു മാല മാറ്റാൻ വന്നതാ. എന്തൊക്കെ സംഭവിക്കുന്നു അല്ലേ? അതൊന്നും ലാഗില്ല എന്റെ പേരിട്ടോ നാട്ടിൽ മൊത്തം കാണുന്നുണ്ട്, തെളിവുണ്ട്. എല്ലാം ചെയ്തു തന്ന മലബാറിന് നന്ദി. ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. പോയിട്ട് വരാം. അതെ, ഇവിടെ നിന്ന് പോയിട്ട് വരാം. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര ചെലവാ. വേണ്ട. പുള്ളി തന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മൂക്കൊക്കെ കുത്തി കഴിക്കാൻ കയറിയിട്ട് ഇവിടെ ഒരു നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് നായന്മാർക്കുള്ള ടൗണിൽ സ്ഥിരം ഗോൾഡൻ ബേക്കറി. ഇവിടുത്തെ ഷവർമ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. വേറെ ഞാൻ ഷവർമ എപ്പോഴൊന്നും കഴിക്കൂല. ഞാൻ ഏകദേശം എല്ലാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ. അവിടേക്ക് നമ്പൂരെയും കൊണ്ടുവന്നു അമ്മയും അച്ഛനും. എങ്ങനെയുണ്ടാ മൂക്കൂത്തിട്ട്? കുഴപ്പമില്ലാണോ? കൊള്ളാണോ? എല്ലാം ഉണ്ട്. നല്ല ഭംഗിയില്ലേ? ഇപ്പൊ പറയുന്നില്ലേ ഇതാരാണ്? നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ നമ്മുടെ അടുത്ത ടേബിളിൽ ചേച്ചി ചേട്ടൻ നിൽക്കുകയായിരുന്നു. അവിടെ കുഞ്ഞ് കഴിഞ്ഞിട്ട് കരിഞ്ഞിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതിനെടുത്ത് ഒരേ കുപ്പായൊക്കെ രണ്ടുപേരും. നമുക്കും വേണ്ടേ ഒരു കുഞ്ഞിക്കാല്? പിന്നെ പെട്ടെന്ന് വേണം. അച്ഛന് നാണോ? അച്ഛനമ്മയും പറയണേ നമുക്കും പെട്ടെന്ന് വേണോന്നാ പറയുന്നേ. അച്ഛൻ പറഞ്ഞല്ലോ അവരുടെ ഇഷ്ടക്കാരല്ല. പക്ഷെ പറ്റുന്നില്ല. കുഞ്ഞുമണി ഉറക്കുന്നില്ല. പേരെന്താണോ ഉണ്ടോ പറഞ്ഞു. പേരെന്താ ചേച്ചി? ആക്ച്വലി എനിക്ക് ജലദോഷമായിരുന്നു. അപ്പം ഗോൾഡൻ ബേക്കറിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നും ട്രൈ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. മറ്റേ എന്താണ് നട്ട്സ് ഷേക്ക്. അപ്പം നന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കാഷ്യൂ ഷേക്ക്, കാഷ്യൂ നട്ട്സും. നന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്ന് ഒരിക്കലും അത് പറയരുത്, തലവേദനയാണ്, ജലദോഷമാണ്, ഇങ്ങനെ ചെയ്യരുത്. അവന് എത്ര ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത് കുടിക്കാണ്ട് ഇവിടെ നിന്ന് പോകില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ഇവിടെ എത്തിയപ്പോൾ നന്ദു നോർമലി ലൈം ജ്യൂസ് വാങ്ങി കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നന്ദു ട്രൈ ചെയ്തിട്ട് വരിക. നിങ്ങൾ എന്തെങ്കിലും കാസർഗോഡ് ഗോൾഡൻ ബേക്കറിയിൽ, കാസർഗോഡ് ഈവൻ നായമർമൂല ഗോൾഡൻ ബേക്കറിയിൽ വരികയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് പറഞ്ഞ ശ്രീവിദ്യ സ്പെഷ്യൽ. ഇനി ആരിത് വന്ന് ചോദിച്ചാലും കൊടുക്കണേ കേട്ടോ. അങ്ങനെയാണ് വിളിക്കാൻ പോകുന്നത് നന്ദുവിൻ്റെ അമ്മേനെ. ഹായ് പപ്പാമ്മ. കണ്ടാ എങ്ങനെയുണ്ട്? ഇന്ന് വിചാരിക്കാണ്ടേ മാല മാറ്റാൻ പോയല്ലോ. ഇതേ ഈ മാല എടുത്ത് അപ്പൊ ഉണ്ട് മൂക്കുത്തണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തേലും ചെയ്തോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് കുത്തിയതാ. അല്ലല്ല, ഇത് 15 ദിവസം ഈ സാധനം ഇടണം, എന്നിട്ടേ ഗോൾഡ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ചെറിയൊരു ഡയമണ്ടിന്റെ കൂടെ മേടിച്ചു. അപ്പൊ ഇത് അവര് 15 ദിവസത്തേക്ക് ഇത് ഇടണം, അല്ലെങ്കിൽ പഴുക്കും. അത് കാലം മാറിയല്ലോ. നോക്ക് സുന്ദരിയായോ? 15 ദിവസം ആ സുന്ദരിയായോ? ഞാൻ എന്നിട്ട് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവോ നോക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തതാ. നിങ്ങൾക്ക് മനസ്സിലാവോ നോക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്താ. അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അതിൽ 19 പേരെന്തോ ഉണ്ട്. ബി ഫാമിലി എന്നാണ് ഞങ്ങൾ തന്നെ ഇട്ടേക്കുന്ന പേര്.
അപ്പോൾ അതിൽ ഗ്രൂപ്പ് കോൾ ചെയ്യാൻ പോകും. ആരൊക്കെ എടുക്കുന്ന അറിയില്ല. വെയിറ്റിംഗ് ഫോർ അതേഴ്സ്. ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മാറ്റം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഹായ് അശ്വിൻ ചേട്ടാ. ഹായ് നീ. എല്ലാവരും അഖിലേട്ടനിലേക്ക് മാറും. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കുവോ? കൊള്ളാമോ? താലിമാല ചെറുത് ചോദിച്ചു. അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ചോദിച്ചിട്ട് അവസാനം നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല കുത്തിക്കോന്ന്. അച്ഛൻ്റെ ഒരു അർദ്ധ സമ്മതം കിട്ടിയോണ്ട് ഞാൻ നന്ദു ചേട്ടൻ ഇവിടെ. നന്ദു ചേട്ടൻ റെക്കോർഡിങ്. ഇനി അമലിനെ കാണിക്കാൻ പോകും. അമലിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് അമലിനെ കാണിക്കാൻ പോകും. ഈ അമൽ എടുക്കുന്നില്ല. എവിടെയാ നീ? കൊള്ളാമോ? മാലയെ മാറ്റി. കുഞ്ഞി മാല എടുത്ത് താലിയിട്ടു. മൂക്കുത്തിട്ട് എങ്ങനെയുണ്ട്? അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ഓക്കെ പറഞ്ഞേ. അച്ഛൻ പറഞ്ഞ് സാരില്ല കുത്തിക്കോന്ന് പറഞ്ഞു. അച്ഛനെ കൂട്ടിട്ടാ പോയെ. അച്ഛനോടേ ചോദിച്ച്. അപ്പൊ അച്ഛൻ ഓക്കെ പറഞ്ഞു. കൊള്ളാമോ? 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 നോക്ക്. നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ദേ എടാ കൊച്ച. നേരിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങള് പാലക്കുന്ന് എത്താറായി. അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രാവൽസിൻ്റെ ഓഫീസ്. നമ്മുടെ പാലക്കുന്ന് അമ്പലം കഴിഞ്ഞിട്ട് അടുത്ത ബിൽഡിങ്ങിൽ പണ്ട് ഞാൻ അവിടെ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. KL14 ഡാൻസ് സ്റ്റുഡിയോ. കുറച്ച് കുട്ടനാടൻ ബ്ലോഗിൻ്റെ സമയത്ത് അവിടെ ഒരു സോങ് ഉണ്ടല്ലോ, ഫൈനൽ ക്ലൈമാക്സ് സോങ്. അപ്പം എനിക്കൊന്നും അറിയില്ല, ഇപ്പോഴൊന്നും അറിയില്ല. അപ്പോൾ ഒരു ബേസ് എങ്കിലും കിട്ടാൻ വേണ്ടി പണ്ട് ഞാൻ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. വണ്ടി ഒന്ന് സഹായിച്ച ഞങ്ങളുടെ സ്വന്തം എൻ്റെ ഏട്ടൻ മൂക്ക് കുത്തിയിട്ട് നോക്കി. എങ്ങനെയുണ്ട് മൂക്ക് കുത്തിയിട്ട്? നല്ല രസമുണ്ട് കേട്ടോ നിന്നെ കാണാൻ. ബാക്കിയുള്ളവർ എന്താ പറയാൻ നോക്കട്ടെ. എന്തായാലും നമ്മളെ യൂട്യൂബ് ഫാമിലി എന്തെങ്കിലുമൊക്കെ പറയണേ എങ്ങനെയുണ്ട്. ഇന്നത്തോടുകൂടി ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയോടുകൂടി ഇന്നത്തെ വലിയ ലോങ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനല്ലേ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരട്ടെ. ഇത് ഇവിടുത്തെ ഈ അമ്പലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഞങ്ങളുടെ അമ്പലമാണ്. ഏറ്റവും വലിയ ഇത് നടക്കുന്ന ഇവിടെ ഉത്സവം നടക്കുന്നത് ഭയങ്കര ഫേമസാ. അപ്പൊ പാലക്കുന്ന് അമ്പലം ഭയങ്കര രസമല്ലേ കാണാൻ? ഇത് അമ്പലം. എന്റെ പാലക്കുന്നമ്മേ ആറാട്ട് പോണം. പോയിട്ട് ആ ബിൽഡിങ്ങിൽ ഒരു ചോന്ന അപ്പൊ ഈ ബിൽഡിങ്. എന്താണ് നമ്മുടെ മലേഷ്യൻ പരിപാടികളെന്ന് അറിയാം. യെസ്. ഇവിടെ നിന്ന് ഇൻഡിക്കേറ്റർ ഇടാ. റൈറ്റ്. അത് അപ്പുറത്തെ ബിൽഡിങ്. അത് ഈ കാറിൻ്റെ അവിടെ ഇവിടെ എവിടെയെങ്കിലും ഇട്ടാൽ മതി. ഇതാണ് ബിൽഡിങ്. ഇതിനകത്ത് പേരെന്തായിരുന്നു? ഇഗ്നൈറ്റ് ട്രാവൽസ്. നമ്മളിവിടെ പാലക്കുന്ന് നമ്മൾ വരുന്ന വഴി കാണിച്ചിട്ടുണ്ട്. ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻ. അവരുടെ ഓഫീസിലാണ് പാലക്കുന്നില്ല. ഇവർക്ക് കൊച്ചിയിലെ കളമശ്ശേരിയിലെ ഓഫീസുണ്ട്. അപ്പോൾ നമ്മുടെ മലേഷ്യ ട്രിപ്പിന്റെ ഐറ്റിനറി എന്ന് പറയുന്നത്
മലേഷ്യയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ കരുതുക ഞങ്ങൾ അവിടെ വല്ല ചായക്കട തുടങ്ങി. അപ്പൊ ഇവരാണ് ഞങ്ങളുടെ ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻസിന്റെ സുധീഷനും അപ്പോൾ നമ്മള് ഭയങ്കര ഹണിമൂൺ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് എല്ലാം ട്രാവല് എല്ലാം അങ്ങനെയാണ് ഇത്. പിന്നെ ലങ്കാവിയിൽ പോകണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ. ബാക്കി ഞങ്ങൾ പറയൂല. എന്റെ ഫസ്റ്റ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അതെ, തിരിച്ചെത്തിയിട്ടുള്ള അവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നാ ഈശ്വര എടാ ചിന്നേ, ആ ഒരു ബൈ പറഞ്ഞേക്ക്, ഒരു ബൈ പറഞ്ഞേക്ക്. എപ്പോഴും അങ്ങനെ എത്ര സന്തോഷിച്ചാലും ഫൈനലി ഇതായിരിക്കും അവസ്ഥ. എപ്പോഴും വയ്യാണ്ടാവും. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ക്യൂവാ. അമ്മ കഷായം ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടാൾക്കും കൂടെ. അപ്പം ബൈ, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.